ഹലോ സുരയ്യാസ് ആർട്ടിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്ലാക്കറ്റ് ഒന്ന് എന്നല്ല പല വിധത്തിൽ ചെയ്യാം, പക്ഷേ ഇന്ന് ഒന്ന് അങ്ങനെയാണ്. അപ്പോൾ ഇന്നൊരു പ്ലാക്കറ്റ് കാണിക്കാം. അതിൻ്റെ തന്നെ പല പല വേർഷൻസ് നമുക്ക് കൊണ്ടുവരാം. കാരണം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് പ്ലാക്കറ്റ് അല്ലേ. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു തുണി ഈ കളറ്, പിന്നെ അതിലേക്ക് ഞാൻ പ്ലാക്കറ്റായിട്ട് വെക്കുന്നത് ഇതാണ്. അപ്പം ഇന്ന് എടുക്കുന്നതിൽ ഓൾറെഡി ഞാനിത് ഈ നെക്കും കൂടി വെട്ടി കാണിക്കാം. നമുക്ക് ഇങ്ങനെ പ്ലാക്കറ്റ് വെക്കുമ്പോൾ അതിന് പിന്നെ നെക്കിലൊരു ക്യാൻവാസ് ഒന്നും വേണ്ട, കാരണം അതും കൂടെ ആയിട്ട് കുറച്ച് ഹെവി ആയി പോവും. അപ്പോൾ അതുകൊണ്ട് പകരം നമുക്ക് വെറുതെ തുണിയിൽ വരച്ച് കട്ട് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രോസ് പീസ് ബയാസ് വെച്ചിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കാണിക്കാം. ഇനി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴുത്ത് ചെയ്യാം. ഒരു കഴുത്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു നെക്ക് എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തേക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കവും ഒരുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെറുതെ ഒരു നെക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം ഇത് ഒരു സൈഡ് റോങ്ങും ഒരു സൈഡ് റൈറ്റുമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ്. അപ്പം നമ്മൾ ആദ്യം വെക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് റോങ് സൈഡിലേക്കാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു സിംഗിൾ ഫോൾഡിലാണ് കാണിക്കാൻ പോകുന്നത്. റൈറ്റ് സൈഡിൽ സിംഗിൾ ഫോൾഡ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഡബിൾ ഫോൾഡായിരിക്കും എപ്പോഴും ഞാൻ കാണിക്കുക, പിന്നെ ചെറിയ ട്രിമ്മ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇന്ന് ഞാൻ അത് രണ്ടും മാറ്റി വേറൊരു വേർഷനാണ് പറയണേ. ഇപ്പം ഞാൻ സിംഗിൾ ഫോൾഡ് എടുത്തു. ഇനി നമുക്കിത് ടേൺ ചെയ്യാൻ വേണ്ടി ഞാനിത് അകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, പാറ്റേൺ ആയിട്ടല്ല കൊടുക്കുന്നത്. നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആ ട്രിമ്മിങ്ങിന് പകരം നമുക്ക് ഇതിൻ്റെ പുറത്തു കൂടി ഒന്ന് അടിക്കാം, ഈ പച്ച തുണിയുടെ പുറത്ത്. ആ സമയത്ത് ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ ഇരിക്കരുത്, കണ്ടോ, ഇങ്ങോട്ടിരിക്കരുത്. ഈ തയ്യൽ തുമ്പ് ഈ തുണിയിൽ വേണം ഇരിക്കാൻ. കണ്ടോ, ഈ സീം അലവൻസ് എന്ന് പറയുന്ന ഈ സാധനം ഇതിലേക്ക് ഇരിക്കണം, ഈ തുണിയിലേക്ക്. കണ്ടോ, അങ്ങനെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നിവർത്തി വെച്ച് ഒരു സ്റ്റിച്ച് ചെയ്യാം. അപ്പം നല്ല ഫിനിഷിങ് കിട്ടും. കണ്ടോ, ഇപ്പം ഇങ്ങനെ ചെയ്തു. ഇതിപ്പം നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് മറിഞ്ഞു പോകുന്നത് കണ്ടോ. കണ്ടോ ഫിനിഷിങ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്നുമില്ല, ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം അല്ലേ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കണ്ടോ, പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ടോ. ഇപ്പം എത്ര വേണമെങ്കിലും മടക്കാം. ഇപ്പം ഇങ്ങനെ ഹാഫ് ഇങ്ങനെ മടക്കിയതേ. ഞാൻ ഈ ബയാസിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 1.25 ഇപ്പം എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ വെച്ച് നമുക്കിതൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ബയാസ് എടുക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാവേ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നല്ല വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബയാസ് സ്ട്രിപ്പ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട്. അപ്പോൾ അത് കാണും. ഇതാണ് നമ്മളിപ്പോൾ കഴുത്തടിച്ചത്. കഴുത്തിപ്പോൾ ഇത് നല്ല വശം വേണമെങ്കിലും ചീത്ത വശം വേണമെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് അടിച്ചാൽ മതിയാവും. ഇപ്പം നമുക്ക് ഈ സൈഡ്, ഇപ്പോൾ എനിക്ക് പ്ലെയിൻ തുണിയാണ്ട് ഈ സൈഡ് വേണമെങ്കിലും എടുക്കാം, ഈ സൈഡ് വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. കണ്ടോ, ഈ ഫിനിഷ് ചെയ്ത നെക്കുള്ള സൈഡ് അത് കളർഫുൾ ആണല്ലോ, ഇത് നമുക്ക് ഫ്രണ്ടിലാക്കി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ പ്ലെയിൻ തുണി ആയതുകൊണ്ട് 2 സൈഡവും ഫിനിഷിംഗ് ആണ്. കണ്ടോ, ഇവിടെ ഡബിൾ സ്റ്റിച്ച്
ഇവിടെ ഇത് വന്നു. അപ്പം ഇത് പ്ലെയിൻ തുണി ആയതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ എടുക്കാം, ഇവിടെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഒരു റോങ് ആയിട്ടുള്ള തുണി, അതായത് 2 ഡിസൈനുള്ള തുണിയൊക്കെ ആണെങ്കിൽ അവരവർക്ക് തീരുമാനിക്കാം. അതെ, ഇപ്പൊ ഇവിടെ വേണമെങ്കിലും അവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റോങ്ങിൽ നിന്ന് റൈറ്റിലും പോവാം, റൈറ്റിൽ നിന്ന് റോങ്ങിലും വരാം. ഇപ്പൊ ഇത് നമ്മള് നല്ല സൈഡായിട്ട് എടുക്കുന്നല്ലേ? ഞാനിപ്പോ ഈ പ്ലെയിൻ എടുക്കുന്നു. ഇതിപ്പോ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തതായിട്ട് കാണിച്ചു. ഇപ്പൊ ഞാൻ പ്ലാക്കറ്റ് ഇവിടെ വെക്കാം, പിന്നെ വെക്കാം. പെർഫെക്ഷൻ വേണ്ടവർക്ക് സെയിം കളറിലെ ത്രെഡ് ഒക്കെ താഴെ കൊടുക്കാം അല്ലേ? എപ്പോഴും യൂട്യൂബിൽ വരുന്ന സാധനങ്ങൾ അതിന്റെ ഒരു മെത്തേഡ് പകർന്നു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന് പിന്നെ ഏതെല്ലാം രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാമോ അതെല്ലാം ആ ചെയ്യുന്ന ആളുടെ യുക്തി പോലെ ചെയ്യാം. അത് ഇവിടം വരെ ഉള്ള ഒരു പ്ലാക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഇതുണ്ടോ, നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇതൊന്നും ആരുടെയും നിർബന്ധമല്ല. നമ്മളുടെ പാറ്റേണിൽ ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് തന്നെ, അതായത് ഞാനിത് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസും ഈ തുണിയും സെയിം ആണ്. ഞാൻ എൻഡ് വരേക്കും ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ, ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുത്തു, എന്നിട്ട് 2 ആക്കി. അപ്പോൾ എൻ്റെ പ്ലാക്കറ്റിൻ്റെ വീതി എന്ന് പറയുന്ന ഈ ഒരു 1.25 ഇഞ്ചാണ്. നിങ്ങൾക്ക് 1 ഇഞ്ച് മതിയെങ്കിൽ കുറച്ചും കൂടെ അകത്തോട്ട് മടക്കി കൊടുക്കാം, അല്ലെങ്കിൽ എടുക്കുമ്പോൾ വീതി കുറച്ച് കൊടുക്കാം. പറയാൻ പോകുന്നത് എത്രത്തോളം ഓപ്പൺ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നോ അതിൻ്റെ താഴെ ഒരു 2 ഇഞ്ച് ഉണ്ടായിരിക്കണം. ഇപ്പം ഇതിലിതേ കണ്ടോ, ഇപ്പം എനിക്കിതേ ഇവിടെയാണ് കണ്ടോ, 1.5 മുതൽ 2 ഇഞ്ച് ഉണ്ടായിരിക്കണം. കാരണം ഇത് അതിൻ്റെ അടിയിലോട്ടാക്കി കൊടുക്കാനുള്ള പ്ലോട്ടാണ്. അതുമല്ല കൂടുതൽ വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒരു സൈഡ് ഫോൾഡഡ് ആണ് കണ്ടോ, അങ്ങനെ 2 പീസ് ചേരുമ്പോഴാണ് നമുക്ക് ഒരു പ്ലാക്കറ്റ് ഉണ്ടാവുന്നത്. സിംഗിൾ പീസിലും ചെയ്യാം, അതും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വേണ്ടോ, ഇങ്ങനെ 2 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ഇതുവരെയാണ്. ഇതുവരെയാണ്. ഇനി എൻ്റെ ഈ നല്ല സൈഡിൽ ഞാനിപ്പോൾ ഇതാണ് നല്ല സൈഡായിട്ട് എടുക്കുന്നത്, ഇതല്ല കേട്ടോ. അപ്പം നല്ല സൈഡിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കണ്ടോ, ക്ലോസ്ഡ് 1ൻ്റെ അടുത്തതിൻ്റെ ക്ലോസ്ഡ് ഇങ്ങോട്ട് തിരിക്കണം. കണ്ടോ, അപ്പോൾ ഒരു ഓപ്പൺ ഓപ്പോസിറ്റ് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എവിടം വരെയാണ് ഓപ്പൺ അതിൽ ഇങ്ങനെ വെക്കുക. 2ഉം കൂടി ചേർത്താണ് കണ്ടോ. ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുക നന്നായിട്ട്. കണ്ടോ, ഇപ്പം ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2ഉം ചേർത്ത് വെച്ച് ഇവിടെ ഒരൊറ്റ സ്റ്റിച്ച് 1/2 ഇഞ്ചിൻ്റെ അപ്പുറം ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുക. അത് കഴിഞ്ഞ് നമുക്കിവിടെ കട്ട് ചെയ്യണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ തയ്ച്ചല്ലോ, കണ്ടോ, ഇവിടെ തയ്ച്ചല്ലോ, അവിടം വരെ വി ആയിട്ട് ഒരു കട്ട്. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കട്ട്, തിരിച്ച് ഇപ്പുറത്തേക്കും ഒരു കട്ട്. കണ്ടല്ലോ, അതിൻ്റെ ഷേപ്പ് കണ്ടല്ലോ. കണ്ടോ, ഇങ്ങനെ ഒരു കട്ട്. ഇതാണ് ഇപ്പം ചെയ്യേണ്ടത്. ഇത്രയും. ഇപ്പോൾ നമ്മൾ ഇവിടം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ചെയ്യാനുള്ളത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇത് കണ്ട് ഇതിൻ്റെ നെക്കിൻ്റെ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ഈ മാർക്കിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് തിരികെ ഇതിനെ ഇങ്ങനെ ഓപ്പോസിറ്റ് കൊണ്ടുവരണം കണ്ടോ. അപ്പം നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ. വേണ്ടത് നമ്മൾ ആ ഒരു പോയിൻ്റ് എത്രയാണോ കഴുത്തിൻ്റെ ആ ഒരു ഒപ്പം വരുന്നത് അതിന് ശേഷമുള്ളതിനെ ഇങ്ങനെ ഒന്ന് അടിച്ചേക്കുക. ഇപ്പുറത്തേതും അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട്. നമ്മളിപ്പോൾ ഈ 2 എഡ്ജും നമ്മൾ ഫിനിഷ് ചെയ്തു കണ്ടില്ലേ. ഇനിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത്
കയറ്റി തയ്ക്കണം. അപ്പം നമുക്കിത് ഒരു പീസ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഒരു പീസ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെയും വെച്ചു. ഇനി നമുക്ക് ഒരു പീസ് മാത്രം ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ ഒരു എൻഡിങ് ഒന്ന് ബൈൻഡിങ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ദേ കണ്ടോ, ഇതിനകത്തോട്ടാണ് പോകേണ്ടത്. ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് അതിനകത്ത് പോവാൻ ഉള്ളത് അതിനെ വിട്ടു കൊടുക്കുക. ഇപ്പം നമുക്ക് ആ എൻഡ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ, അല്ലെങ്കിൽ ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിൻ വെക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇവിടെ ഇപ്പോൾ എവിടെയും നമുക്ക് ഒരു ബ്ലോക്കും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമുക്ക് ഈ കഴുത്തൊക്കെ കണ്ടോ, നല്ല ഫിനിഷിംഗ് ആണ് ആ ഒരു മടക്കി അടുപ്പിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ചുളിവൊന്നും ഇല്ലാതെ നല്ലതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അവിടെ നമുക്കൊരു നോട്ട് ചെയ്തൊന്ന് നിർത്താം. അടുത്ത സൈഡും കൂടി ആ ബൈൻഡിങ് ചെയ്തെടുക്കുക. ഓരോ സ്ഥലം ചെയ്യുമ്പോൾ ഓരോ സ്ഥലം അങ്ങോട്ട് വിട്ടു കൊടുക്കണേ. കണ്ടോ, കണ്ടോ, ഇതാണ് സംഭവം നമ്മളുടെ. അപ്പം നല്ല ഇവിടുത്തെ ഫിനിഷിങ്ങും, പിന്നെ നമുക്ക് ഒരു ബിഗിനേഴ്സിനോടൊക്കെ നമുക്ക് പറയാനുള്ളത്, സഡനായിട്ട് ഓടിപ്പോൾ ഒരു പുതിയ ഉടുപ്പിൽ ചെയ്യാണ്ട് പ്ലാക്കറ്റൊക്കെ ഒരു പഴയ അല്ലെങ്കിൽ ഒരു തുണിയിൽ ഇതുപോലെ ഒരു ബിറ്റ് തുണിയായാലും മതിയല്ലോ നമുക്ക്. അപ്പം നല്ലതായിട്ടൊന്ന് ചെയ്തതിന് ശേഷം കൊണ്ടുപോയാൽ നമുക്ക് ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടും. ഇതിപ്പോൾ ഇതാണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളുടെ അകത്ത് കഴുത്ത് ഫിനിഷ് ചെയ്തത്. ഇതാണ് നമ്മളുടെ പ്ലാക്കറ്റിൻ്റെ ഫിനിഷിങ്. കണ്ടോ, ഈ പ്ലാക്കറ്റ് നമുക്ക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, നൈറ്റിയിലും ജുബയിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ചെയ്യാനൊരു ഇച്ചിരി പാടുണ്ട്. അപ്പോൾ ക്ഷമയാണ് ഏറ്റവും വലുത്. പിന്നെ പ്രാക്ടീസും വേണം. ഇവിടെയൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരിച്ചിരി ഒരു എഫേർട്ട് വേണം. അപ്പം എന്തായാലും നിങ്ങൾ ഇത് സ്ലോലി ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു വീഡിയോ ഫുള്ളായിട്ട് കാണണം. എന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ അതേ കണ്ടോ, ഇതാണ് നമ്മളുടെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത്. പ്ലാക്കറ്റ്സ് എല്ലാം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞാനത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 പ്ലാക്കറ്റ്സ് വരും, ഇതിൻ്റെ ബാക്കിലായിരുന്നാലും വരും. അപ്പോൾ പ്ലാക്കറ്റ് ഇഷ്ടമുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനൂടെ കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.